നമസ്കാരം. അധികാരമില്ലെങ്കിൽ ഭ്രാന്തായി മാറുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. സതീശന്റെ കാര്യത്തിൽ അത് 100% കറക്റ്റാണ്. അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് പടച്ചുവിട്ട വ്യാജ വാർത്തയായിട്ടുള്ള ബാർക്കോഴ എപ്പോഴേ പൊളിഞ്ഞു. ആ വിഷയത്തെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സതീശൻ നടക്കുന്നത് കാണുമ്പോൾ വിഷയദാരിദ്ര്യം എന്നല്ലാതെ എന്തു പറയാനാണ്. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഈ ബാർക്കോഴ വിവാദം വരെ ഒരു തെളിവുമില്ലാത്ത ഉണ്ടയില്ല വെടികളായിരുന്നു എന്ന സത്യം നമ്മളെ കാണിച്ചു തരുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ അതൊക്കെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ആസൂത്രിതമായി നടപ്പിലാക്കിയ നാടകങ്ങളായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴും സതീശൻ പൊട്ടം കളിക്കുകയാണ്. ചത്തകുട്ടിയുടെ ജാതകം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർക്കാരിനോട്. ഒന്ന്, ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? 2, ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 3, 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാ? അഴിമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. KM മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കാറ്? ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? അവസാനമായിട്ട് ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയെയും ഒന്ന് തമ്മിൽ തല്ലിക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തി നോക്കുകയാണ്. എനിക്കൊരു 6 ചോദ്യമുണ്ടെന്നാണ് സതീശൻ പറയുന്നത്. ആദ്യത്തെ ചോദ്യം എന്താ എങ്ങനെയാണ്? അതായത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന് എന്തിനാണ് മറികടന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എവിടെയാണ് മറികടന്നത് സതീശ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടൊരു അടി കൂടുമെന്ന് തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന സതീശനോട് ഒന്നേ പറയാനുള്ളൂ, ഇത് പ്രസ്ഥാനം വേറെയാണ്, UDF ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തമ്മിൽ തല്ലുന്ന പ്രസ്ഥാനത്തിന്റെ പേര് UDF, ഇത് LDF ആണ്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയായിരിക്കും സത്യത്തിൽ. ഇവിടെ എവിടെയാണ് മറികടന്നത്? മറികടക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം അതിലേറെ രസകരമാണ്. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കള്ളം പറഞ്ഞു മന്ത്രിമാരൊക്കെ മാധ്യമങ്ങളുടെ അടുത്ത് എന്നാണ് പറയുന്നത്. എന്ത് കള്ളമാണ് സതീശ പറഞ്ഞത്? സതീശൻ പറയുന്നത് ഈ മദ്യനയത്തിന്റെ നയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. ചർച്ച നടത്തിയെങ്കിൽ സതീശൻ ആ തെളിവ് പുറത്തു വിടുന്നത്, തെളിവ് പുറത്തു വിട്ടുകൊണ്ട് വേണ്ടേ പൊതുസമൂഹത്തിന് മുമ്പിൽ സംസാരിക്കാൻ? താങ്കൾ ഒരു പ്രതിപക്ഷ നേതാവല്ലേ? ഇത്തരത്തിലൊരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ അത് കാണിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തുവിടാനുള്ള ബാധ്യത അങ്ങക്കില്ലേ? അങ്ങ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിന്റെ ലേഖകനൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയും പ്രാരംഭഘട്ട ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു. ഇനിയിപ്പോൾ ടൂറിസം ഡയറക്ടർ നടത്തിയെന്ന് അടുത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ ടൂറിസം ഡയറക്ടർ പറയുന്നു അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ നടത്തി, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നടത്തിയത് എന്ന് തെളിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ പുറത്തു വിടണമെന്നേ. പിന്നെ അടുത്ത ചോദ്യമാണ് അതിലും വലിയ രസം. DGPക്ക് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് മുഖം തിരിക്കാനാണ്. ഇതിനെയൊക്കെ നമ്മൾ ചിരിച്ച് തള്ളുകയല്ലേ വേണ്ടത്? ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ പ്രതിപക്ഷം ഒച്ചയെടുക്കുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞാണ്. ഇങ്ങനൊരു സംഗതി ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടപ്പോൾ തന്നെ MB രാജേഷ് അതുമായിട്ട് ബന്ധപ്പെട്ടത് ആ പരാതി DGPക്ക് കൊടുത്തു. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണം തുടങ്ങി. ഇപ്പോൾ ആദായ നികുതി വകുപ്പും അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടരെ ആ വിഷയത്തിൽ നടക്കുകയാണ്. അനുമോനെ ഇനി ചർച്ച ചെയ്യാൻ ചോദ്യം ചെയ്യാൻ പോകുന്നു. അനുമോന്റെ മൊഴിയെടുക്കാൻ പോകുന്നു. ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ മൊഴിയെടുക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാ അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സതീശൻ പറയാണ്, അതെ, ഇതൊക്കെ അഴിമതിയിൽ നിന്നും മുഖം തിരിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടികളാണെന്ന്. ഇതിലെവിടെയാണ് സതീശ് അഴിമതി നടന്നിരിക്കുന്നത്? വല്ല തെളിവുണ്ടോ? ഇല്ല. അപ്പൊ ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ അങ്ങ് വെച്ച് കാച്ചുകയാണ്. ഏഷ്യാനെറ്റിന് പണി ഒരു കൈ നോക്കുക, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതാണ് അതിലേറെ കോമഡി. എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം ഒന്നും പ്രഖ്യാപിക്കാത്ത എന്നാണ് സതീശൻ ചോദിക്കുന്നത്. എൻ്റെ പൊന്നു സതീശ, ഇതിനൊക്കെ എന്ത് ഉത്തരം പറയാനാണ്? ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നു. ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് CBIയെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ രംഗത്തിറക്കാം. ഇങ്ങനെയുണ്ട്, അങ്ങ് കൊഴുക്കട്ടെ. എൻ്റെ ഈ വ്യാജ വാർത്തയ്ക്ക് ഈ പറയുന്നത് പോലെ എതിരെ അവസാനം അന്വേഷിച്ചെല്ലാം തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ പെടാതെ നോക്കിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അങ്ങ് നടന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത എല്ലാവർക്കും കുശാലാണ്. പിന്നെ അടുത്തതാണ് ഏറ്റവും ചിരിപ്പിക്കുന്ന ഒരു ചോദ്യം.
മുഖ്യന്റെ മൗനം എന്തുകൊണ്ട്, എനിക്കറിഞ്ഞേ പറ്റൂ എന്ന രീതിയിലാണ് സതീശൻ പറയുന്നത്. സത്യത്തെ ഇതിങ്ങനെ വലിച്ച് കീറാനാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. എൻ്റെ പൊന്ന് സതീശ, മുഖ്യമന്ത്രിക്ക് സതീശൻ ഇങ്ങനെ ഓരോ ദിവസവും ഒരു 3-4 നേരമൊക്കെ ഉന്നയിക്കുന്ന ഈ പച്ച കള്ളത്തിനും ഈ വ്യാജ പ്രചരണത്തിനും ഉത്തരം പറയലാണോ പണി? അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് പണിയുണ്ട്. സതീശനെ പോലെ ഒരു പണിയില്ലാതെ ഈ മാധ്യമപ്രവർത്തകർ പടച്ചുവിടുന്ന വാർത്തയെ പിടിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടി ഓടി കളിക്കലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പരിപാടി. സതീശന് ഈ നഴ്സറി പിള്ളേരെ പോലെ ഇത് എന്നെ അവൻ പിച്ചി, എന്നെ അവൻ മാന്തി, അല്ലെങ്കിൽ ഇത് അവൻ ആ പേന എടുത്തു, ഇത് അവൻ പെൻസിലെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്ന് മോങ്ങിയാൽ മതി. സത്യത്തിൽ എനിക്ക് തോന്നുന്നു സതീശൻ ഉന്നയിക്കുന്ന ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളും കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുകയായിരിക്കും. ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ പക്വത വേണ്ടേ? ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണ്ടേ? ഇപ്പോൾ അതേ നമുക്ക് മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. സതീശ, ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ജനങ്ങളോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് അദ്ദേഹത്തിന്. ഒരുപാട് കാര്യങ്ങൾ അതിന് ഈ മഴക്കാലത്തിന് മുമ്പ് ഇവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അല്ലാതെ സതീശനെ പോലെ ഇങ്ങനെ ഈ ദുരന്തങ്ങളിൽ മീൻ പിടിച്ചും രാഷ്ട്രീയം കളിച്ചും ഒന്നും ശീലിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ക്ഷമി എന്നല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? ഈ 24 മണിക്കൂറും സതീശൻ പറയുന്ന നുണകൾക്കൊക്കെ ഉത്തരം പറയാൻ വേണ്ടി മുഖ്യമന്ത്രി ഇരിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ പോലും അദ്ദേഹത്തിന് പോരാതെ വരും. ഈ ബാർക്കോഴ എന്ന് പറയുന്ന ഈ വ്യാജ ആരോപണമൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന സതീശനോട് ഒന്നേ പറയാനുള്ളൂ, വിഷയദാരിദ്ര്യമാണെങ്കിൽ പോലും എൻ്റെ പൊന്ന് സതീശ, ഇങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങരുത്. 8 നിലയിൽ പൊട്ടിയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഈ ബാർക്കോഴ എന്ന് പറയുന്ന ഈ വ്യാജ ആരോപണം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഇറക്കിവിട്ട ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു പച്ചക്കള്ളമായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടും ഒന്നും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെന്ന മട്ടിൽ സതീശൻ ഇന്നും മാധ്യമപ്രവർത്തകരെ കണ്ട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊന്ന് കേൾക്കാം. ആരും ചിരിക്കരുത് കേട്ടോ. എന്ത് പറയാനാണ്, അധികാരമില്ലാതായാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കാരണം മെയ് 21-ാം തീയതി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിന്റെ ഭാഗമായി മദ്യനയത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് അവരുടെ കമ്മിറ്റി കൂടി അവർ പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചത്. എന്നിട്ട് ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പണം കിട്ടിയില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. 2 മന്ത്രിമാര്, ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പ്രസ്താവന കണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ PRD അല്ല പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ PR അല്ല ഇറക്കിയിരിക്കുന്നത്, അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അന്നാ പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറക്കിയാൽ പോലെ, മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഒരുപാട് ചർച്ച ഞാൻ ഇന്നലെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണം? അബ്കാരി പോളിസി റിവ്യൂ ചെയ്യേണ്ട ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ടോപ്പിക് വെച്ചിട്ട് ടോപ്പിക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ്. അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച. ഈ ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് മാറ്റിയാൽ, പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഇത് നടപ്പാക്കും. അത് നടപ്പാക്കുന്നതിന് പണം കൊടുക്കണം. അതാണ് അഴിമതി. മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള അഴിമതി. കൃത്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ പറയാണ്. പിന്നെ അയാളെ പേടിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അയാളെ മാറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അയാൾ പറയുന്നത്. അവിടെ യോഗം ചേർന്നു എന്നുള്ളത് ശരിയാണ്. ഇതിനു മുമ്പ് പല യോഗങ്ങളും നടന്നു എന്നത് ശരിയാണ്. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ എന്തിനാണ് ടൂറിസം സെക്രട്ടറിക്ക് അബ്കാരി പോളിസിയിൽ ചേഞ്ച് വരുത്താൻ റിപ്പോർട്ട് ചെയ്യുന്നത്? ടൂറിസം സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അബ്കാരി പോളിസി ചേഞ്ച് വരുത്താൻ. അപ്പൊ ഇത് ഹൈജാക്ക് ചെയ്യാണ്. എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത്. അവരെന്നിട്ട് തീരുമാനമെടുത്ത് അവർ മുമ്പോട്ട് പോവുക, അവര് തീരുമാനമെടുക്കുക, അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക. എക്സൈസ് നോക്കുകുത്തിയായി
ഇങ്ങനെ നിൽക്കുക. അതാണ് ഈ കേസിൽ നടന്നത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും.